അന്തർ സംസ്ഥാന സർവീസിനൊരുങ്ങി നവകേരള ബസ്. കോഴിക്കോട് ബംഗളൂരു സർവീസ് ഈ മാസം 5 മുതൽ ആരംഭിക്കും. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ ഷാ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? വീണ്ടും അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് നവകേരള ബസിന്റെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്നലെയോടുകൂടി ഉണ്ടായത്. അതായത് എനിക്ക് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ നവകേരള ബസ്. ഇത് അന്തർ സംസ്ഥാന സർവീസിനായാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും KSRTCയും ഒരുക്കിയിട്ടുള്ളതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് ആ ബസ്സിനുള്ളിലേക്ക് തന്നെ കയറി പോകാം. അതായത് കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെയുള്ള റൂട്ടിലാണ് ഈ ബസ് സർവീസ് നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്കും തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തുന്നത്, അതായത് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എത്തുന്ന പ്രതിദിനം നടത്തുന്ന സർവീസാണ് ഈ നവകേരള ബസ്സിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5-ാം തീയതി മുതലാണ് ഇത് കോഴിക്കോട് നിന്ന് സർവീസ് ആരംഭിക്കുന്നത്. ഇതിനുള്ളിലേക്ക് നമുക്ക് നോക്കിയാൽ ഇത്തരത്തിൽ 27 പുഷ് ബാക്ക് സീറ്റുകളുള്ള ഒരു ബസ്സാണ് നവകേരള ബസ്. അത് നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് നവകേരള യാത്രയ്ക്കൊക്കെ ഉപയോഗിച്ച രീതിയിലുള്ള ബസ് സീറ്റുകൾ തന്നെയാണ് ഇപ്പോഴും സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 1171 രൂപ ടിക്കറ്റ് നിരക്കിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ വരെ പോകാമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഈ പറയുന്ന സൗണ്ട് സിസ്റ്റവും പുഷ് ബാക്ക് സീറ്റും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് സൗകര്യങ്ങളൊക്കെ കൂടിയ ഒരു ബസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ സീറ്റുകളൊക്കെ കാണുന്നത് പോലെ തന്നെ സീറ്റുകളിലൊക്കെ ആധുനികമായ സൗകര്യങ്ങളുണ്ട്, ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, സീറ്റ് ബെൽറ്റുകളുണ്ട്. ഇത്തരത്തിൽ പുഷ് ബാക്ക് ചെയ്ത് ആളുകൾക്ക് അത്യാവശ്യം കിടന്നു തന്നെ യാത്ര ചെയ്ത് പോകാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരെ പോയാൽ തന്നെ ഇവിടെ ഈ പുറകുവശത്തായിട്ട് ഇത്തരത്തിലൊരു ഡോർ നമുക്ക് കാണാം. ഈ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഈ ഡോർ തുറന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിനുള്ളിലേക്ക് വന്നാൽ ഇവിടെയാണ് ഒരു വാഷ്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതായത് യാത്രക്കാർക്ക് അവരുടെ ബാത്റൂം സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനവും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തൊട്ടു മുന്നിൽ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനവും ഈ ബസ്സിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നവകേരള ബസ് ഇനി അന്തർ സംസ്ഥാന സർവീസിലേക്ക് പോകുന്നു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.